10 വർഷത്തിന് ശേഷം കേരളത്തിൽ UDF സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തുമ്പോൾ കേരളം മികച്ച ഭരണം കാഴ്ചവെക്കുമെന്നാണ് ജനങ്ങൾ ഒന്നടക്കം പറയുന്നത്. കാരണം അത്രമേൽ ഒരു വിശ്വാസം ജനങ്ങൾ UDF സർക്കാരിൽ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ UDF സർക്കാരിൽ അത്രമേൽ വിശ്വാസം ജനങ്ങൾക്കുണ്ട്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റിരിക്കുകയാണ് VDയും ടീമും. UDF സത്യപ്രതിജ്ഞ ചടങ്ങിൽ 2 പേർ മാത്രമാണ് സൗഗൗരവം എന്ന വാക്കിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മറ്റു മന്ത്രിമാരെല്ലാം ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സഗൗരവം എന്നാൽ മലയാള ഭാഷാ നിയമപ്രകാരം ഗൗരവത്തോടു കൂടി എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. അതേസമയം ദൈവനാമത്തിലായിരുന്നു VD സതീശൻ സത്യപ്രതിജ്ഞ ചൊല്ലിയത്. വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന ഞാൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ആദ്യ വാചകങ്ങൾ VD സതീശൻ ചൊല്ലിയപ്പോഴേക്കും തിങ്ങി നിറഞ്ഞ കയ്യടിയാണ് ഉണ്ടായത്. അതായത് ആ സത്യപ്രതിജ്ഞ VD സതീശൻ ചെയ്തത് ഇങ്ങനെയായിരുന്നു: വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെയും മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയതിന് പിന്നാലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പൂച്ചെണ്ട് നൽകി VD സതീശനെ സ്വീകരിച്ചു. അതിനുശേഷം VD സതീശൻ രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു കാഴ്ചയും അവിടെയുണ്ടായി. അതിനുശേഷം അധികാരമേറ്റ മന്ത്രിസഭ, അതായത് VDയുടെ ടീം ഇപ്പോൾ ലോക് ഭവനിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഒരു വിരുന്ന് സൽക്കാരമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ആ വിരുന്ന് സൽക്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ സെക്രട്ടേറിയറ്റിലേക്ക് പോകും. അവിടെയാണ് ആദ്യ മന്ത്രിസഭാ യോഗം കൂടുന്നത്. കേരളത്തിലെ ജനങ്ങൾ കാതോർത്തിരിക്കുകയാണ്. കാരണം സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. അതിൽ ഒന്നാമത്തത് ആശാ വർക്കർമാരുടെ വേതനവുമായി ബന്ധപ്പെട്ട് അതിലൊരു വർധനവ് ഉണ്ടാകാനുള്ള ഒരു സൂചനകളുണ്ട്. 2, കൊച്ചിയിൽ ഒരു ഇന്ദിരാഗാന്ധി പദ്ധതി ആരംഭിച്ചിരുന്നു, കുറഞ്ഞ പൈസയ്ക്ക് ഭക്ഷണം നൽകുന്ന പദ്ധതി. അത് കേരളത്തിൽ എല്ലായിടത്തും ആരംഭിക്കാനുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള സാധ്യത. മൂന്നാമത് UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര നടപ്പാക്കുമെന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ്. കൂടാതെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വമ്പിച്ച ഒരു പ്രഖ്യാപനം കേരളത്തിൽ ഇന്ന് ഉണ്ടാകുമെന്ന് ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്. അതിൽ കാതോർത്തിരിക്കുകയാണ് കേരളം. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങിയവർക്ക് ഹസ്തദാനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, വിവിധ സാമൂഹ്യ നേതാക്കൾ, മത മേലധ്യക്ഷന്മാർ തുടങ്ങിയവരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു.